എന്താണ് നമ്മുടെ കേരളത്തിലെ ഇപ്പോഴത്തെ അവസ്ഥ? തുടർഭരണത്തെക്കാൾ പൊതുഭരണമാണ് നല്ലതെന്നും നേട്ടങ്ങൾ കൊയ്യാൻ മാറ്റത്തിനൊരു വോട്ട് ചോദിച്ചവർ വലിയ വാഗ്ദാനങ്ങൾ നൽകി ജനങ്ങളിൽ നിന്ന് വലിയ ഭൂരിപക്ഷത്തിൽ വിജയത്തിലേക്കെത്തി. ഈ സമയത്ത് അധികാര കസാലയുടെ തലപ്പാവണിയാൻ തമ്മിൽ കടിപിടികൂടുന്ന ദുരാവസ്ഥ വരാനിരിക്കുന്ന 5 വർഷത്തെ ഭീതിയോടുകൂടി നോക്കിക്കാണുന്ന ജനം. ഈ സമയത്ത് മറ്റൊരു ഭരണാധികാരിയെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഉക്കാല മാർക്കറ്റിൽ ഒരു മനുഷ്യനെ ക്രൂരമായി കൊല്ലുകയും അയാളുടെ വിരലുകൾ അറുത്ത് തന്റെ കഴുത്തിലണിഞ്ഞ് ചുടുരക്തത്തിൽ താണ്ഡവമാടിയിരുന്ന ഹത്താബിന്റെ മകൻ ഉമർ പിന്നീട് ലോകം കണ്ട 20 രാജ്യങ്ങൾ അടക്കി ഭരിച്ച നീതിമാനായ രാജാവായി മാറുകയാണ്. ഒരിക്കൽ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കൊട്ടാരത്തിൽ ഭക്ഷണം ഫ്രീ ആയി കൊടുക്കുന്നത് വാങ്ങാൻ, അന്നന്നാ കൊടുക്കുന്ന റേഷൻ വാങ്ങാൻ വേണ്ടി പ്രജകൾ ഇങ്ങനെ കടന്നു വരുന്നുണ്ട്. ഇവർക്കിടയിൽ അവർക്ക് പോലും മനസ്സിലാവാത്ത രൂപത്തിൽ ഒരു സാധാരണ മനുഷ്യനെ പോലെ ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ വട്ടമിടുന്നുണ്ട്. ആ സമയത്ത് ഒരു കുട്ടി കരയാണ്. ഈ കുട്ടിയുടെ കരച്ചിൽ നിർത്താൻ വേണ്ടി ഉമർ റളിയല്ലാഹു അൻഹു കുറച്ച് ഉച്ചത്തിൽ പറയാണ്. അങ്ങനെ പറഞ്ഞു ഉമർ റളിയല്ലാഹു അൻഹു കടന്നു പോകുന്നു. പിന്നെയും കറങ്ങി വരുന്ന സമയത്ത് ഈ കുട്ടി വീണ്ടും കരയുന്നുണ്ട്. ഈ കുട്ടിയുടെ കരച്ചിൽ എന്തുകൊണ്ടാണ് എന്ന് രക്ഷാധികാരികളോട് ചോദിക്കുന്ന സമയത്ത് ആ കുട്ടിയുടെ ഉമ്മ പറയാണ്, ഈ കുട്ടിയുടെ മുലപ്പാൽ അവസാനിച്ചിട്ടില്ല. പക്ഷേ മുലപ്പാൽ കുടിക്കുന്ന കുട്ടിക്ക് ഭക്ഷണം കൊടുക്കില്ല എന്നാരോ പറഞ്ഞറിഞ്ഞു. അതുകൊണ്ട് എനിക്ക് ഭക്ഷണം കിട്ടാൻ വേണ്ടി കുട്ടിയുടെ മുലപ്പാൽ റദ്ദ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ദിവസങ്ങളായി ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് ഞങ്ങൾ പട്ടിണിയിലാണ്. അതുകൊണ്ടാണ് കുട്ടിക്ക് മുലപ്പാൽ കൊടുക്കാതെ കൊണ്ടുവന്നത്. ഇത് കേട്ട ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സ് വലിയ വേദനയിലേക്ക് പോവാണ്. തന്റെ പ്രജ പട്ടിണി കിടന്നു എന്നറിഞ്ഞ ആ ഭരണാധികാരി വലിയ പ്രയാസത്തിലും വിഷമത്തിലും ആവുകയാണ്. അങ്ങനെ അന്നത്തെ രാത്രി തല്ലി നീക്കി സുബീക്ക് തന്നെ പ്രഖ്യാപനം വരെയാണ്. നാളെ മുതൽ ഇന്ന് പ്രസവിച്ചു വീഴുന്ന എല്ലാ കുട്ടികൾക്കും ഉമറിന്റെ വകയുള്ള ഭക്ഷണം ഫ്രീ ആയി കൊടുക്കുകയാണ്. ഇനി മുലപ്പാലിന്റെ വിഷയമൊന്നുമില്ല. ജനിച്ചു വീഴുന്നത് മുതൽ ആ കുട്ടിക്കുള്ള ഭക്ഷണം ഇവിടെ നിന്ന് ഫ്രീ ആയി കൊടുക്കുമെന്ന് പ്രഖ്യാപിച്ച ഉമർ റളിയല്ലാഹു അൻഹു, ആ ഉമറിന്റെ ഭരണം ആഗ്രഹിച്ച നമ്മുടെ ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയെ പോലും ആകർഷിപ്പിക്കാൻ ഉമർ റളിയല്ലാഹു അൻഹു കഴിഞ്ഞെങ്കിൽ, ഈ രൂപത്തിലൊരു ഭരണാധികാരിയാണ് നമുക്ക് വേണ്ടത്. വിശക്കുന്നവന്റെ വേദന അറിയുന്ന, വിഷമിക്കുന്നവന്റെ മനസ്സറിയുന്ന ഒരു ഭരണാധികാരി. കൃത്യമായി മതേതരത്വവും ജനാധിപത്യവും കാത്തു സൂക്ഷിക്കാൻ കഴിയുന്ന അങ്ങനെയുള്ളവരെ വേണം ആ ഭാഗത്തേക്ക് നമ്മൾ സെലക്ട് ചെയ്യാൻ, അല്ലെങ്കിൽ പാർട്ടി സെലക്ട് ചെയ്യാൻ. അപ്പോ മാസലാമ.